അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ ഉമ്മാക്ക് വല്ലാത്തൊരു ടെൻഷനായി. എൻ്റെ റബ്ബേ, ഞാൻ കേട്ടത് സത്യമാണോ? പഠിച്ചോനെ, എന്തൊക്കെയാ റബ്ബേ ഈ കേൾക്കണത്? ഈ ഒരു പെഞ്ചു കുട്ടിനെ അതിൻ്റെ തള്ളനെ ഇട്ടുകാണ്ടാണല്ലോ ഓൻ ആ പണി ചെയ്തത്. ഉമ്മാക്ക് തൻ്റെ മോനെ വിശ്വസിക്കാൻ തന്നെ പ്രയാസമായി തുടങ്ങി. എൻ്റെ റബ്ബേ, നീ കാക്ക്. മോളെ ഫർഹു, ഉമ്മ സ്നേഹത്തോടെ വിളിക്കുന്നു. ആ ഉമ്മ. ഉമ്മ, എൻ്റെ മോള് വിഷമിക്കണ്ട കേട്ടോ. എല്ലാം കൊണ്ടും ഒന്നും മനസ്സിൽ വിചാരിക്കണ്ട. ഒക്കെ പഠിച്ചവൻ്റെ വിദ്യ വിചാരിച്ചാൽ മതി. അവൾ ഓരോന്ന് ആലോചിച്ചു. പാവം, ഈ ഉമ്മയൊക്കെ എത്ര ഞാൻ തള്ളി പറഞ്ഞതാണ്. ഉമ്മയെയും അതുപോലെ പെങ്ങന്മാരെയൊക്കെ ഇപ്പം എനിക്ക് സഹായത്തിന് ലാസ്റ്റ് അവർ തന്നെ ഉണ്ടായുള്ളൂ. ഒന്നും ഉണ്ടായില്ല. സ്വത്തും സുഖവും സമ്പത്തും ഒന്നുമില്ല. സ്നേഹമുള്ള ഈ ഒരു പാവപ്പെട്ട മനുഷ്യർ മാത്രമാണ് എനിക്ക് ആശ്രയമായി വന്നത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മ പറഞ്ഞു, മോളെ പഴയതൊന്നും ചിന്തിക്കണ്ട, നല്ല ജീവിതമായിട്ട് മുന്നോട്ട് പോവാം. അവൾ ആ റൂമിൽ, തൻ്റെ ബെഡ്റൂമിൽ കിടന്ന് മുകളിലേക്ക് നോക്കി. റബ്ബേ, തന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മണിയറ, അത് ഈ ഓടിട്ട പഴയ വീടായിരുന്നു. ഈ ഒരു വീട്ടിലായിരുന്നു എൻ്റെ ആദ്യത്തെ ജീവിതം. പക്ഷെ പിന്നീട് അങ്ങോട്ട് എല്ലാം മാറി മറിഞ്ഞു. എനിക്ക് അഹങ്കാരം കൂടി, അഹംഭാവം കൂടി, ഒരുപാട് പണക്കാരിയാണെന്നുള്ള ചിന്തയുണ്ടായി. എൻ്റെ സ്വഭാവം മാറി. മൊത്തത്തിലെല്ലാം മാറി മറിഞ്ഞു എന്ന് തന്നെ പറയാം. എന്നാൽ ഞാൻ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തും എന്ന് ഞാൻ വിചാരിച്ചില്ല. ആയിക്കോട്ടെ, എന്നാലും ഇവിടെ സമാധാനമുണ്ട്. റബ്ബേ, ഓലയിടയ്ക്ക് എന്നെ കൊണ്ടുപോകല്ലേ, സഹിക്കാൻ കഴിയൂല റബ്ബേ. തൻ്റേതെന്ന് മാത്രം കരുതുന്ന ഭർത്താവ് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് അവളുടെ കൂടെ സുഖത്തോടു കൂടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾക്കും സഹിക്കാൻ കഴിയൂല. കുഞ്ഞിനെ താലോലിക്കുകയാണ് ഉമ്മ. ഉമ്മമാൻ്റെ കുട്ടി എവിടെ? ഉമ്മമാൻ്റെ കുട്ടിനെ കാണാൻ പറ്റുമല്ലോ. ഓ, ഞാൻ വിചാരിച്ചിന് ഒരിക്കലും നിങ്ങളൊന്നും കാണാൻ എനിക്ക് കഴിയൂലെന്ന്. ഉമ്മമ്മ കുഞ്ഞിനെ വാരിയെടുത്ത് കുഞ്ഞു മുഖത്ത് നോക്കി നന്നായി ചിരിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ഫർഹബി കണ്ട് കരയുകയായിരുന്നു. റബ്ബേ, എന്തിൻ്റെ പേരിലാണ് ഞാൻ എത്രയധികം അഹങ്കരിച്ചത്? അതിനുള്ള ശിക്ഷ ഇത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടി. ഇനി ഒരിക്കലും അയാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയൂല. എനിക്കെൻ്റെ വീട്ടിലേക്ക് പോകാനില്ല, എനിക്കെൻ്റെ ആങ്ങളമാരുടെ അടുത്തേക്ക് പോകാനില്ല, എവിടേക്കും എനിക്ക് പോകാനില്ല. അതുകൊണ്ടാണ് റബ്ബേ ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ സ്നേഹനിധികളായ ഈ ഉമ്മയും പെങ്ങന്മാരും ഉണ്ടെങ്കിൽ വളരെ സന്തോഷമാണ്. എന്നാൽ ഈ സമയം അതാ ഉമ്മയുടെ ഫോണിലേക്ക് ഗൾഫിൽ നിന്ന് മുഹ്സിനെ വിളിക്കുന്നു. പഠിച്ചോനെ, മോളാണെന്ന് തോന്നുന്നു, വീഡിയോ കോളാണ്. ഉമ്മ സന്തോഷത്തോടു കൂടി അതാ കോൾ എടുക്കുന്നു. ഫോൺ എടുത്തപ്പോൾ തന്നെ ഉമ്മയുടെ മടിയിൽ ഇരിക്കുന്ന കുഞ്ഞിനെയാണ് മുഹ്സിനെ കണ്ടത്. ഉമ്മ, അസ്സലാമു അലൈക്കും. കുഞ്ഞിൻ്റെ ആ ഒരു ചിരി കണ്ടപ്പോൾ ഉമ്മ, മോളെ വഅലൈക്കും അസ്സലാം. ഉമ്മയും തന്നെ സ്ക്രീനിലേക്ക് മുഖം കാണിച്ച്, പഠിച്ചോനെ ഉമ്മ, ഇത് നമ്മുടെ കുഞ്ഞാവയല്ലേ? ആ മോളെ, എങ്ങനെ അവരിങ്ങോട്ട് വന്നോ? മോളെ, അതൊക്കെ കുറേ പറയാണ്ട്, അതിനെക്കുറിച്ചൊന്നും ഇപ്പം ചിന്തിക്കണ്ട. എൻ്റെ മോളിപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ സങ്കടപ്പെടും. നിങ്ങൾ നല്ല സുഖമായ ജീവിതമല്ലേ ഉമ്മ? അൽഹംദുലില്ലാ, റാഹത്താണ് ഉമ്മ. അറബി ഉമ്മയുടെ വീട്ടിൽ സത്യം പറഞ്ഞാൽ അറബി ഉമ്മ പറയും, ഇവിടെ നിന്നോളൂ, നിങ്ങൾ എങ്ങോട്ടും പോകണ്ട, ഒരു റൂമും കാര്യം ഒന്നും എടുക്കണ്ട ഉമ്മ. പിന്നെ സിനുവിനെ ഡ്യൂട്ടിക്കും വിട്ടിട്ടൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞേക്കാണ്. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ 2 ദിവസം കഴിഞ്ഞിട്ട് പോകണമെന്നുണ്ട്. കാരണം ലീവ് എടുത്തേക്കാണ് സിനു നാട്ടിലേക്ക് പോരുകയെന്ന് പറഞ്ഞിട്ട്. പക്ഷേ മോളെ, എന്തായാലും അൽഹംദുലില്ലാ കിട്ടിയല്ലോ സിനാൻ്റെ കൂടെ ഉള്ള ജീവിതം എൻ്റെ കുട്ടിക്ക് ഇതുവരെ റാഹത്തോടു കൂടി കിട്ടിയിട്ടില്ലല്ലോ. ഇല്ലുമ്മ, ഇപ്പോഴാണ് അൽഹംദുലില്ലാ സന്തോഷമായത്. ഉമ്മ, സിനുവിൻ്റെ കൂടെയുള്ള ജീവിതം അൽഹംദുലില്ലാ വല്ലാത്ത റാഹത്താണുമ്മ. മോളെ, പഠിച്ച റബ്ബ് എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു, അൽഹംദുലില്ലാ. എല്ലാവരുടെയും പ്രാർത്ഥന. മോളെ, അപ്പോൾ അജ്മൽ സാറ് ഉമ്മ ഉംറക്ക് പോവുകയാണെന്ന് പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാ പഠിച്ച റബ്ബ് അദ്ദേഹത്തെ ഉംറ സ്വീകരിക്കട്ടെ. കാരണം അത്രക്കും നല്ലൊരു മനുഷ്യനാണ് റബ്ബേ. ഉമ്മ, ശരിയാണ് ഉമ്മ, പാവാണ് കേട്ടോ അജ്മൽ സാറ്. ഓ, അത്രക്ക് വിശ്വസ്തതയുള്ള ഒരാളിനെ ഞാൻ കണ്ടിട്ടില്ല. എന്നോട് ഒരു മറന്നിട്ട് പോലും തെറ്റായ രീതിയിലൊരു വാക്ക് പറയേ അല്ലെങ്കിൽ സംസാരിക്കേ അല്ലെങ്കിൽ പ്രവർത്തിക്കുക ചെയ്തിട്ടില്ല. മോളെ, ആ മോനൊരു പഠിച്ചോനെ പേടിയുള്ള മോനാണ്. കണ്ടാൽ തന്നെ അറിയാം ഓൻ്റെ സ്വഭാവവും കാര്യങ്ങളൊക്കെ. എന്തൊക്കെ തന്നെ അൽഹംദുലില്ലാ ആ കുട്ടിയുടെ ഒരു നല്ല മനസ്സുകൊണ്ട് അറേബ്യയിലെത്തി. ഏതായാലും അറബിയമ്മയുടെ അരികിലും എത്തിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ലോ എളുപ്പത്തിൽ. പഠിച്ചോൻ വിചാരിച്ചാലേ ഇത്രേ ഉള്ളൂ. മുഹ്സിനയുടെയും
സിനാൻ്റെയും സന്തോഷകരമായ ജീവിതം അറബിയുമ്മയുടെ വീട്ടിൽ അതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നൂർ ഫാത്തിമയും ഉസ്താദ് നാട്ടിലേക്ക് പോരുവാനുള്ള തയ്യാറെടുപ്പും നടത്തുന്നുണ്ട്. നൂർ ഫാത്തിമയ്ക്ക് മമ്മയെയും പപ്പയെയും കാണണം, ഉസ്താദിന് ഉമ്മയെയും ഉപ്പയെയും കാണണം. പക്ഷേ അറബിയുമ്മക്ക് അവരെ പറഞ്ഞേക്കാൻ, കുഞ്ഞിനെ പറഞ്ഞേക്കാൻ തോന്നുന്നേയില്ല. എന്നാൽ അന്ന് നൂർ ഫാത്തിമ അറബിയുമ്മയോട് ആ കാര്യം സംസാരിക്കുന്നു. ഉമ്മ, ആ നൂർ മോളെ, എന്താ കുഞ്ഞെവിടെ? കുഞ്ഞുറങ്ങി ഉമ്മ. ഉമ്മ, എന്നാൽ ഞങ്ങൾ നാട്ടിലേക്കുള്ള ടിക്കറ്റ്? പഠിച്ച റബ്ബേ, നിങ്ങൾ പോയ അമ്മക്കാരാ? അറബിയുമ്മയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഉമ്മക്കാരാ നിങ്ങൾ പോയി കഴിഞ്ഞാൽ? ഉമ്മ, മുസ്സി ഉണ്ടല്ലോ, സിനു ഉണ്ടല്ലോ. നൂർ ഫാത്തിമയുടെ ആ ഒരു ഉത്തരം കേട്ട് അറബിയുമ്മ ഒന്ന് ഞെട്ടി. മോളെ, ശരിയാണ്, അവരുണ്ട്, അവർ പോവുമല്ലോ, അവർ നിൽക്കൂലല്ലോ മോളെ, 2 ദിവസമല്ലേ അത് നിൽക്കുള്ളൂ. ഉമ്മ, ഞങ്ങൾ എന്നാലേ നാട്ടിലൊന്ന് പോയിട്ട് വരാം കേട്ടോ, മമ്മയും പപ്പയും കാണണം, അതുപോലെ ഉമ്മയും ഉപ്പയും കാണണം. ഉസ്താദിൻ്റെ കുഞ്ഞിനെ കാണാൻ കൊതിയാവുന്നുണ്ടെന്ന് പറഞ്ഞ് ഉമ്മ വിളിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പപ്പക്കും മമ്മക്കും കുഞ്ഞിനെ കാണണം, വീഡിയോ കോള് കാണിച്ചു കൊടുത്തിട്ട് ഒന്നവർക്ക് എടുക്കണമെന്ന് തോന്നുകയാണ് എന്ന് പറഞ്ഞു. എന്നാൽ അറബിയുമ്മ അത് മനസ്സിലാക്കുന്നു. ശരിയാണ്, ഞാൻ എൻ്റെ നൂർമോള് പ്രസവിച്ചിട്ടില്ല എങ്കിൽ പോലും എനിക്ക് അവൾ എൻ്റെ മകളാണ്, അതെൻ്റെ പേരക്കുട്ടിയാണ്. അപ്പോൾ സ്വന്തമായി പ്രസവിച്ച ആ അമ്മയുടെയും ആ ഒരു നാഫി ഉസ്താദിൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയൊക്കെ വേദന എത്രയായിരിക്കും? എന്നാൽ മനമില്ല മനസ്സോടുകൂടി തന്നെ അത് അറബിയമ്മ പറയുന്നു. മക്കളെ, എനിക്ക് വേണ്ടി നിങ്ങൾ ഇത്രയും ദിവസം ഇവിടെ ജീവിച്ചു, അൽഹംദുലില്ലാ, എനിക്ക് സന്തോഷം, ജസാക്കല്ലാഹു ഖൈറ. പിന്നെ നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ കുടുംബങ്ങളുടെ സന്തോഷം കൂടി ഞാൻ പരിഗണിക്കണ്ടേ? പിന്നെ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ, പക്ഷേ കൊണ്ടുവരാൻ അവർക്ക് പ്രയാസമായിരിക്കുമല്ലേ? സാരല്ല, എന്ന് നിങ്ങൾ പോയി വരി. എന്തൊക്കെ തന്നെയായാലും മുഹ്സി ഇവിടെ ഉണ്ടായത് കൊണ്ട് കുറച്ച് സമാധാനമുണ്ട് അറബി ഉമ്മക്ക്. പിന്നെ അറബി ഉമ്മയുടെ മറ്റേ വീട്ടിൽ ലൈലയും മക്കളും അവരുമുണ്ട്. അറബി ഉമ്മയെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ട്. നൂർ ഫാത്തിമ, അതാണ് സഹിക്കാൻ കഴിയാത്തത്. അതൊരു സ്വപ്നമാണ്, അതൊരു സന്തോഷമാണ്, എൻ്റെ എല്ലാമാണ് എൻ്റെ നൂർ ഫാത്തിമ എന്ന് വെച്ചാൽ അവൾ അങ്ങനെയാണ്. അറബിയുമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതെ, അവൾ അകന്നു പോകുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച എൻ്റെ പൊന്നുമോളാണ് നൂർ ഫാത്തിമ. അവൾ പോകുമ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കും. അതെ, നൂർമോളെ എന്ന് വിളിക്കാൻ എനിക്ക് ആളില്ലാതാവും. പൊന്നുമോനെ ഓർക്കുമ്പോൾ അതിലേറെ. അതെ, അൽ അമീൻ, എൻ്റെ അല്ലുമോൻ, പഠിച്ചോനെ. അറബിയുമ്മയുടെ കണ്ണുകൾ നിറയുകയാണ്, മനസ്സ് വേദനിക്കുകയാണ്. നൂർ ഫാത്തിമ അറബിയുമ്മയുടെ മുഖത്തേക്ക് നോക്കി നിന്നു. ചുവന്നു തൊടുത്ത അറബിയുമ്മയുടെ ആ കവിളുകൾ അതാ വല്ലാതെ വേദനിക്കുന്ന പോലെ അവരുടെ കണ്ണുനീർ കവിളിലൂടെ ഒലിച്ചിറങ്ങുമ്പോൾ നൂർ ഫാത്തിമ അത് തോത്തിക്കൊണ്ട് പറയുന്നു. അറബിയുമ്മ, ഉമ്മ കരയല്ലേ, ഞങ്ങളുടെ എല്ലാവരുടെയും വിജയത്തിൻ്റെ പിന്നിൽ ഉമ്മ ഉണ്ട്. അറബിയുമ്മ, നിങ്ങൾക്കറിയാൻ പാടില്ല, നിങ്ങൾ ധീര വനിതയാണ്. 1 വയസ്സായ സമയത്ത് തലാലിനെ പടച്ചറബ് ഉമ്മയുടെ കൈകളിൽ തന്ന് ആ പിതാവ് മരണപ്പെട്ടപ്പോൾ ധീരയായ വനിത, അത് അറബിയുമ്മ എല്ലാം നേടിയെടുക്കണം എന്നുള്ള ചിന്തയോടുകൂടി അന്ന് പ്രവർത്തിച്ചതുകൊണ്ട് അറബിയുമ്മക്ക് ഇപ്പോൾ വലിയൊരു സാമ്രാജ്യം തന്നെയുണ്ട്. അതുമാത്രമല്ല, ഒരുപാട് ആളുകളെ അറബിയുമ്മ സ്വീകരിക്കുന്നു. അറബിയുമ്മ അവർക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നു. ലൈലത്തയും മക്കളും, ഞാൻ, എൻ്റെ ഭർത്താവ്, അതുപോലെ ഫാമിലി എല്ലാവരെയും ഇപ്പോഴിതാ മുഹ്സിനെയും സിനാനും, അങ്ങനെ ഒരുപാട് ആളുകൾക്ക്, അശരണർക്ക് അത്താണിയായ അറബിയുമ്മ. നിങ്ങളൊരിക്കലും പടച്ചറബ് പരീക്ഷിക്കില്ല, നിങ്ങൾ കുഴക്കൂല, അള്ളാഹു കാരുണ്യവാനാണ്. നൂർ ഫാത്തിമ അത് പറയുന്നു. നൂർ ഫാത്തിമ അത് പറയുമ്പോൾ ഉമ്മാക്ക് പ്രത്യേകമായിട്ട് ഒരു സന്തോഷമാണ്. കാരണം നൂർ ഫാത്തിമ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് വന്ന കുട്ടിയാണ്. അതുകൊണ്ട് അതുമുതലുള്ള ദോഷങ്ങളെ അവൾക്ക് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷ്മതയോടെ മാത്രം ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നൂർ ഫാത്തിമ. ഇസ്ലാമിൻ്റെ ചട്ടക്കൂടിൽ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് പ്രവർത്തിച്ച് പ്രത്യേകിച്ച് സുന്നത്തുകളെല്ലാം എടുക്കുന്ന ഒരു പെൺകുട്ടി.
അതെ, നൂർ ഫാത്തിമ വീട്ടിലുണ്ടായാൽ അത് വല്ലാത്തൊരു ബർക്കത്ത് തന്നെയാണ്. എന്നാൽ ഈ സമയം നൂർ ഫാത്തിമയുടെ സ്വന്തം വീട്ടിൽ ആ അമ്മ ഇടയ്ക്കിടെ ആ മുറി ക്ലീൻ ചെയ്യും. അതേ നാഫി ഉസ്താദിന് വേണ്ടിയിട്ടും തൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമായി പോയ മകൾ നൂർ ഫാത്തിമയ്ക്ക് വേണ്ടിയിട്ട് ഇടയ്ക്കിടെ അത് ക്ലീൻ ചെയ്ത് തുടച്ച് നന്നാക്കി കൊടുക്കും. അതെ, അവരില്ലെന്ന് കരുതി ഇന്നല്ലെങ്കിൽ നാളെ അവരിങ്ങോട്ടെത്തും. അവിടെ പ്രത്യേകമായ നാഫി ഉസ്താദിന് നൂർ ഫാത്തിമക്കും ഉളുഹ് ചെയ്യുവാനുള്ള ആ ഒരു ഭാഗം, ബാത്റൂം, അതുപോലെ കിടപ്പറ, കാര്യങ്ങൾ എല്ലാം വളരെയധികം വിശാലമായിട്ട് തന്നെ അവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. അതെ, എന്തെങ്കിലും വരുമല്ലോ. ഇപ്പോഴവർക്ക് ഒരു പ്രതീക്ഷ കൂടിയുണ്ട്. ഇച്ചായ, നൂർ ഫാത്തിമയുടെ മമ്മ വിളിക്കുന്നു. ആ, എന്താ മേരി? ഇച്ചായ, കുഞ്ഞിനെ ഒരു തൊട്ടി കൂടി കെട്ടണ്ടേ? സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോഴേ ഓർത്തത്. ആ, തൊട്ടിലിന് എന്തൊക്കെയോ പണിയുണ്ടല്ലോ ഇപ്പോഴല്ലേ. ജനലിൽ ക്ലിക്ക് ചെയ്യുന്ന അതുണ്ട്, വേണമെങ്കിൽ ഹുക്കുണ്ട്, ഒക്കെ ഉണ്ടല്ലോ. അല്ലേ, നമ്മുടെ കുഞ്ഞ് രാജകീയമായി വളരുന്ന കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഒരു അസൗകര്യവും വരാൻ പാടില്ല. ആ, അത് എന്തൊക്കെ തന്നെയാലും നമുക്ക് വേണ്ട രീതിയിൽ ചെയ്യാം. മോളിങ്ങ് എത്തട്ടെ, മോള് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ആ ക്രിസ്ത്യൻ വീട്ടിലും സന്തോഷ നിമിഷങ്ങളായിരുന്നു. കാരണം മുസ്ലിമായ നൂർ ഫാത്തിമയ്ക്കും നാഫി ഉസ്താദിനും വേണ്ടി നല്ല റൂമും കാര്യങ്ങളും എല്ലാം അവർ ഒരുക്കിയിരിക്കുന്നു. നിസ്കരിക്കാനുള്ള സൗകര്യം, ഉളൂഹ് ചെയ്യുവാനുള്ള സൗകര്യം, അങ്ങനെ എല്ലാം സെപ്പറേറ്റ്. അവർക്കറിയാത്ത എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഖുർആനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകമായി ഉയരത്തിലൊരു സ്ഥലം അങ്ങനെ സെറ്റപ്പാക്കിയിരിക്കുന്നു. കാരണം ഞങ്ങളുടെ മകൾ സ്വീകരിച്ച ആ മതം എന്തൊക്കെ തന്നെയായാലും അത് പുണ്യമാക്കപ്പെട്ട മതമാണ് എന്നവർക്ക് നന്നായിട്ടറിയാം. കാരണം ഇസ്ലാമിലെ ചിട്ടവട്ടങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർ, അവരുടെ മനസ്സ് വളരെയധികം വിശാലമായിരിക്കും. അതുമാത്രമല്ല സ്നേഹനിധികളായിരിക്കും. പ്രത്യേകിച്ച് അറബിയുമ്മ. അതൊന്നും ഒരിക്കലും അവർക്ക് മറക്കാൻ കഴിയാത്ത സ്വപ്നങ്ങളായിരുന്നു. തൻ്റെ മകൾക്ക് വേണ്ടിയും മരുമകൻക്ക് വേണ്ടിയും പേരക്കുട്ടിക്ക് വേണ്ടിയും ആ റൂമെല്ലാം ഒന്നുകൂടെ ക്ലീൻ ചെയ്ത് ഉഷാറാക്കി വെക്കുകയാണ് നൂർ ഫാത്തിമയുടെ മമ്മ മേരി. എന്നാൽ ഈ സമയം അതാ അജ്മൽ സാറിൻ്റെ വീട്ടിൽ തൻ്റെ പ്രിയപ്പെട്ട മകൻ ഉംറയ്ക്ക് പോവുകയാണ് എന്നുള്ള ആ ഒരു വാർത്ത അത് കേട്ടപ്പോൾ മുതൽ തന്നെ ഉമ്മാക്ക് വല്ലാത്തൊരു സന്തോഷം. ഉമ്മ ഞാൻ വിളിക്കാട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അജ്മൽ സാറ് ഉംറയ്ക്ക് പോവുകയാണ്. ഉമ്മയോട് വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത്യാവശ്യം എല്ലാവരോടും വിളിച്ച് പൊരുത്തപ്പെടുവാനുള്ളതെല്ലാം പൊരുത്തപ്പെടിപ്പിച്ചു. എന്നാൽ അപ്പോഴൊന്നും അജ്മൽ സാറിനോട് ആ കാര്യം പറഞ്ഞില്ല. അതെ, തൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾ ബുഷിയെ അയാൾ പേടിപ്പിച്ചത്, ഫിറോസ് അവൾ പേടിപ്പിക്കാൻ ശ്രമിച്ചത്, അതൊന്നും പറഞ്ഞില്ല. കാരണം എൻ്റെ മോൻ ഒരുപാട് കഷ്ടപ്പെട്ടു, ഇപ്പം അവിടെയാണ്. എന്തൊക്കെ തന്നെയായാലും അവന് നല്ല ജീവിതം ഉണ്ടാട്ടെ എന്നാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ഉമ്മയും മോളും അതൊന്നും പറഞ്ഞിട്ടില്ല. എന്തൊക്കെ തന്നെയാലും അജ്മൽ സാർ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഉംറയ്ക്ക് പോവുകയാണ്. അജ്മൽ സാർ ഇഹ്റാം ചെയ്ത ആ ഒരു ഫോട്ടോ അതാ വീട്ടിലേക്ക് അയക്കുന്നു. സത്യം പറഞ്ഞാൽ ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു പോയി. എന്നാൽ അതിൽ പെങ്ങൾ പറഞ്ഞു, ഉമ്മ ഇക്കാക്കയെ കാണാൻ എന്ത് മൊഞ്ചാലുമ്മ, ഇക്കാക്കക്ക് പറ്റിയ നല്ലൊരു പെൺകുട്ടി, എൻ്റെ പെണ്ണേ, ഓന് ഹിഹ്റാമിലല്ലേ, അതൊക്കെ കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ ഉംറ കഴിഞ്ഞ് വരട്ടെ, എന്നിട്ട് നമുക്ക് നല്ലൊരു പെൺകുട്ടിയെ ഇവിടെ സെറ്റാക്കണം കേട്ടോ. ഉമ്മ പാവല്ല ഇക്കാക്കാൻ്റെ കാര്യത്തിൽ ഇനിയും വൈകിപ്പിക്കരുത് മോളെ, ഞാൻ പറയായിട്ടല്ലല്ലോ, ഓന് പറ്റിയൊരു പെൺകുട്ടിയെ കണ്ടെത്തണം എന്ന് വിചാരിച്ചിട്ടല്ലേ. കണ്ടെത്തിയ പെൺകുട്ടി വിവാഹിതയായ പെൺകുട്ടിയല്ലേ. ബുഷി അത് കേട്ട് ചിരിച്ചു. ഉമ്മ ഒരു തെറ്റ് ആർക്കും പറ്റൂലേ, എന്തിനപ്പം ഇങ്ങനെ കളിയാക്കുന്നു? അല്ല മോളെ, കളിയാക്കല്ല എൻ്റെ കുട്ടീനെ. അല്ലാ, എൻ്റെ കുട്ടീനെ കളിയാക്കിയ പിന്നെ എന്താ? എന്തായാലും വേണ്ടില്ല ഉമ്മ. നിങ്ങൾ പറഞ്ഞ് ആ സിസ്റ്റർ കാര്യം മോളെ അന്വേഷിക്കട്ടെ, ഒന്നും കൂടി ഒന്ന് പോയിട്ട് അന്വേഷിക്കണം. ഒന്ന് അന്വേഷിച്ച് പോയിട്ട് നമുക്ക് പറ്റും പോലെ എന്താ വെച്ചാൽ ചെയ്യുക. അതിനതല്ലേ എനിക്കിഷ്ടമാണ് വിചാരിച്ച് കണ്ട് അജുവിന് ഇഷ്ടം വേണ്ട മോളെ, ഓനക്കും കൂടി ഇഷ്ടപ്പെട്ടെങ്കിൽ തന്നെ. ഉമ്മ നല്ല കുട്ടിയാണല്ലോ ആ കുട്ടി, ഞാൻ കണ്ടതാണല്ലോ മോളെ. ശരി തന്നെയാണ്, നല്ല കുട്ടിയൊക്കെ തന്നെ. പക്ഷേ ആ കുട്ടീൻ്റെ സമ്മതം കിട്ടണം. പിന്നെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞ് കേട്ടില്ലേ, വീട്ടുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ പറ്റും മോശം എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അങ്ങനല്ല, ഉമ്മയില്ലാത്ത കുട്ടിയാണ് എന്ന്. ഉമ്മയില്ല ഞാൻ പിന്നെന്താ? ശരിക്കും പറഞ്ഞാൽ ബുഷിയുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ, ഉമ്മയില്ലാത്ത കുട്ടിയാണെടി. ഉമ്മ, നിങ്ങളില്ലാത്ത അവസ്ഥ എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയണില്ല.
പാവം അപ്പം ആ പെൺകുട്ടി ആ മോളെ ചെറുപ്പത്തിന് മരിച്ചതാണല്ലോ. എളാമാനെ കിട്ടിയതിന് ശേഷം കുട്ടിയുടെ ദുരിതകാലം തുടങ്ങി. കുട്ടി ഒരുപാട് പറഞ്ഞു, വീട്ടിൽ നിന്ന് പഠിക്കാൻ പോകണമെന്ന് ഇഷ്ടമൊന്നുമില്ല, വീട്ടിൽ പണിയെടുത്തിങ്ങനെ നിൽക്കണം അങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നെ വീട്ടിൽ നിൽക്കുകയാണെങ്കിലും കുട്ടിക്ക് ശരിക്ക് തിന്നാനോ കുടിക്കാനോ ഒന്നും കൊടുക്കൂല. വീട്ടിലത്തെ ജോലികളെല്ലാം ബാക്കി, ഇളയറ്റങ്ങളെ നോക്കണം, ഉപ്പാൻ്റെ മറ്റേ മക്കളെ നോക്കണം, അങ്ങനത്തെ പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ നോക്കാൻ അവൾ തയ്യാറാണ്. പക്ഷേ ചില സമയത്തുള്ള സംസാര ഉപദ്രവവും അതാണ് സഹിക്കാൻ പറ്റാത്തതെന്നാണ് ആ കുട്ടി പറഞ്ഞത്. മോളെ നോക്ക്, നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അവളെ കെട്ടിച്ച് വിടുന്നത് അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. ഇപ്പോൾ അവൾ പോകാറില്ല അത്രേ, വീട്ടിലേക്ക് ഹോസ്റ്റലിൽ തന്നെ താമസിക്കണമെന്ന് പറഞ്ഞു. കാരണം ആ കുട്ടിയുടെ വീട്ടുകാരുടെ സ്വഭാവം അതുകൊണ്ടായിരിക്കും. പാവം അല്ലേ ഉമ്മ, നമുക്ക് അവൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ ഉമ്മ? മോളെ അങ്ങനൊന്നും പറ്റില്ലല്ലോ. എൻ്റെ ഇക്കാക്കാനോട് ചോദിച്ചോട്ടെ, എനിക്ക് മനസ്സിൽ നല്ല ആഗ്രഹമുണ്ട്, നല്ലൊരു പെൺകുട്ടി കേട്ടോ എല്ലാം കൊണ്ടും. എന്തായാലും ഉംറയൊക്കെ കഴിഞ്ഞ് എൻ്റെ ഇക്കാക്ക വരട്ടെ, എന്നിട്ട് നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം. പാവപ്പെട്ട വീട്ടിൽ നിന്ന് തന്നെ മതി നിന്ന് എപ്പോഴും എൻ്റെ ചിന്ത. എനിക്ക് പാവപ്പെട്ട വീട്ടിലത്തെ കുട്ടികളെ മതി, അങ്ങനെ മതി ഇങ്ങനെ മതി എന്നൊക്കെ. എന്തൊക്കെ തന്നെയായാലും ഓൻ്റെ ആഗ്രഹം പോലെ തന്നെ അത് സാധിക്കട്ടെ. എന്തായാലും വേണ്ടില്ല, എൻ്റെ കുട്ടി എന്താ പറയണത് അത് ഞാൻ കെട്ടിച്ചു കൊടുക്കും. ഉറപ്പാണ് ഉമ്മ? ഉറപ്പാണ് ഉമ്മ. ഒരു പക്ഷേ ഇക്കാക്ക 2 കുട്ടികളുടെ പെണ്ണിനായിട്ട് കൊണ്ടുവന്നാലോ? ഒന്ന് പോടി അവിടുന്ന്, എൻ്റെ ഒരു തമാശ. ഉമ്മ അങ്ങനല്ലേ, നിങ്ങൾ പറഞ്ഞില്ലേ എന്തോ സ്വീകരിക്കുന്നു, പറയാൻ പറ്റൂലമ്മ. ചെന്ന് പോടി പെണ്ണെ, എനിക്കൊരു പറ്റിയ കുട്ടി ഇവിടെ ഉണ്ട്, ഇനി ആ കുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം എന്നെ. ഉമ്മ നമ്മളെ വീട്ടിലേക്കല്ലേ കെട്ടിക്കൊണ്ടുപോണത്, അങ്ങോട്ടൊന്നല്ലല്ലോ. അപ്പം ആ പെൺകുട്ടിക്ക് ഇവിടെ എപ്പോഴും നിൽക്കാമല്ലോ. മോളെ ആയിക്കോട്ടെ, എങ്ങനെ വെച്ചാൽ എൻ്റെ ആഗ്രഹം പോലെ. എൻ്റെ ഇക്കാക്ക വന്നിട്ട് എനിക്കൊരു പുതിയ കുട്ടീനെ തേടിപ്പോണം, അല്ലപ്പം എനിക്ക് എൻ്റെ മനസ്സിലേക്കുള്ളത്. ഉമ്മ സത്യമായിട്ടും എനിക്ക് ഇക്കാക്കാക്ക് സത്യം പറഞ്ഞപ്പോൾ അന്ന് മുഹ്സിത്ത് ഇവിടെ ഉണ്ടായപ്പോഴേ ശരിക്കും ഞാൻ വിചാരിച്ചു ഇക്കാക്ക നിക്കാഹ് കഴിക്കാൻ പോണ പെണ്ണാന്നമ്മ സത്യത്തിൽ. പിന്നെല്ലാം അറിഞ്ഞത് ഭർത്താവൊക്കെ ഉള്ള ആളാണ്. മോളെ ഏതായാലും ഓലിപ്പോൾ അൽഹംദുലില്ലാ റാഹത്തോടു കൂടി ജീവിക്കണേ. ഇനിയിപ്പോൾ എൻ്റെ ആങ്ങൾക്കൊരു പെണ്ണിനും കൂടിയാണ് ശരിയായാൽ മതി. ബുഷി അത് കേട്ട് ചിരിച്ചു. ഉമ്മ അതിപ്പോൾ അടുത്തെങ്ങാനും ഉണ്ടാവുമോ? ഇക്കാക്ക സമ്മതിക്കോ? ഇക്കാക്കാക്ക് പറ്റിയ പെൺകുട്ടിൻ്റെ കൊടുന്നോട്ടം മോളെ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുട്ടി ഏത് കുട്ടീനെ കാണിച്ചിട്ടാണെങ്കിലും ഞാനതിന് സമ്മതം മൂളും. ഉറപ്പാണ് ഉമ്മ? പെണ്ണെ സത്യമായിട്ടും. ഈ സമയം അജ്മൽ ഉംറയിലാണ്. അവൻ ഓരോ കാര്യങ്ങൾ പഠിച്ച റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക്, തൻ്റെ പെങ്ങൾക്ക്, മുഹ്സിനക്ക്, സിനാന്, കുടുംബങ്ങൾക്ക്, അറബി ഉമ്മക്ക്, അങ്ങനെ എല്ലാവർക്കും വേണ്ടി ഒരുപാട് ദുആ ചെയ്തു. റബ്ബേ, എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പുറത്തു തരണേ അല്ലാ. അജ്മൽ സാറ് അങ്ങനെ ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. ഉംറകൾ ചെയ്യുന്നു. ഏതാനും ദിവസങ്ങൾക്കകം ഉംറയെല്ലാം പൂർത്തിയാക്കിയിട്ട് മദീനയിലേക്ക് പോകണം. അജ്മൽ സാറ് ഇപ്പോഴും ഉംറയിൽ തന്നെയാണ്. ഇൻഷാ അല്ലാ ഉംറയെല്ലാം കഴിഞ്ഞു വന്നിട്ട് അജ്മൽ സാറിന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കണം. അതാണ് ഉമ്മയുടെയും ബുഷിയുടെയും ആഗ്രഹം. ഒരു വിവാഹത്തിന് എല്ലാവരെയും ക്ഷണിക്കണം. തൻ്റെ പ്രിയപ്പെട്ട അജ്മൽ സാറിൻ്റെ അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട അജ്മൽ കെയുടെ ഒരു മണവാട്ടിപ്പെണ്ണ് ആരായിരിക്കും? ബുഷിയുടെ ചിന്ത അത് മാത്രമായിരുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.